നമ്മളിങ്ങനെ ഒരു സ്വപ്നജീവിയെ പോലെ ജീവിച്ചങ്ങനെ പോവാൻ, എന്തോ ഒരു സ്വപ്ന ലോകത്ത് പോലെ. ഇത് അല്ല, അമല് ചെയ്തില്ലെങ്കിൽ പോയി, നമുക്കാണ് നഷ്ടം, നമ്മുടെ സമയം വെറുതെ പോവാൻ. അതുകൊണ്ട് ഉള്ള സമയം ഇബാദത്തിലായി കഴിയട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1,00,000 തഹ്ലീൽ ചെല്ലാൻ വേണ്ടി നമ്മുടെ സമയങ്ങളെ മാറ്റിവെക്കണം, നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ. അതുപോലെ തന്നെ 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നാം ഓതണം, ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ അത് ഉപകരിക്കും. അയിമ്മത്തുൽ രേഖപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് മരണപ്പെട്ട വാപ്പാക്കും ചെയ്യണം, നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയും ചെയ്യണം. ഏത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള സൂറത്താണത്. ഏത്? സൂറത്തുൽ അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു ഓതാൻ തൗഫീക്ക് തരട്ടെ. 1,00,000 ഓതി തീർക്കണം. നാളെ തന്നെ കുറ്റിയിരുന്ന് ഓതാനല്ല, സമയം പോലെ അതിനൊരു ചിട്ട വെക്കണം. ഒരു ദിവസം ഒരു 100 എണ്ണം അങ്ങനെ ഒന്ന് ചെരി വെച്ച്. ഇതൊക്കെ ഞാൻ അമലിന് പറയാണ് ഇടയ്ക്ക്, കാരണം ഒരു വാത് കേട്ട് പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ അമലിനൊന്നും കിട്ടാതെ വരരുത്, അതിനുവേണ്ടി പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സലാത്തുകൾ അധികരിപ്പിക്കാൻ, നബി തങ്ങളുടെ ഷഫാഅത്ത് കിട്ടാനത് കാരണമാണ്. الشفاعة هب لنا في القيامة مشفقا وهلنا إن ضاع يا سيدي خير النبي الصلاة على النبي. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് 40 കൊല്ലമാണ് ജനങ്ങൾ പേടിച്ച് നിലകൊള്ളുക, ഭയവിഹ്വലരായി നിലകൊള്ളുക. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്ത്. രണ്ടാമത്തെ ഊത്ത് ഏതാ? നഫ്ഖത്തു സായിഖ്, സർവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാവരും മരിപ്പിക്കുകയാണ്, തീർക്കുകയാണ് അതോടുകൂടി. ഒക്കെ മനസ്സിലാക്കണം. നമ്മൾ അവസാനത്തെ കാലഘട്ടത്തിൽ ഉമ്മത്താകാൻ വേണ്ടി പരിശ്രമിക്കേണ്ട, എന്നെ അതിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞ് ദുആ ചെയ്യണ്ട. കാരണം അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വലിയ തീഷ്ണമായ പരീക്ഷണങ്ങളായിരിക്കും, മനസ്സിലാക്കണം. അതിൽ ഈമാനില്ലാത്തവൻ തെറ്റിപ്പോവും. ദജ്ജാലൊക്കെ കടന്നു വന്ന് ഫിത്നയിലാക്കാൻ തുടങ്ങിയാൽ അദാബാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് അതിനുവേണ്ടി മത്സരിച്ച് നിൽക്കണ്ട, അതിനുവേണ്ടി ആരും മത്സരിക്കണ്ട, മനസ്സിലായിക്കോ. നമ്മൾ കിട്ടുന്ന അവസരം നല്ലതുപോലെ ഇബാദത്തെടുത്ത് മുന്നേറുക. നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കണം. ബാങ്ക് വിളിച്ച് അവ്വൽ വഖത്തിൽ തന്നെ നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളിൽ പരാജയപ്പെട്ടതാകുന്ന അഹ്ലുകാരെ ഞങ്ങളിൽ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. പരാജയത്തിൻ്റെ അഖിലകാരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളിൽ പരാജയത്തിൻ്റെ അഖിലകാരെ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. ഖാലൂ, സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, വമനിശ്ശഖിയൽ മഹ്റൂം, ആരാണ് ഈ പരാജയപ്പെട്ടവരൊന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, താരിഖുസ്സലാ, താരിഖുസ്സലാ, നമസ്കാരത്തെ ഒഴിവാക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ, മുഅ്മിനാത്തുകളുണ്ടോ, അവരാണ് പരാജയപ്പെട്ടവർ. അവരെ എന്നിൽ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിസ്കാരം ഇല്ലാത്ത കൗമ്, ബാക്കിയെല്ലാം ഉണ്ട്. നേരത്തെ ചോറൊക്കെ വാങ്ങാൻ ഫ്രണ്ടിൽ അവ്വൽ സഫിൽ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വേഗം നിർത്താൻ സമയം അതാ ഉമ്മ പറഞ്ഞ കേട്ടോ, ഉസ്താദിൻ്റെ ഹൽക്കിന് പിടിക്കല്ലേ, അത് വേറെ കാര്യം പറഞ്ഞ. അള്ളാഹു നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ ആഫിയത്ത് തരട്ടെ. ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങളെ ശ്രദ്ധ ഒന്ന് തിരിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞാൽ ചിലർ ഉറങ്ങുന്നവരുണ്ടാവും. അത് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കും. ശരിക്കും ശ്രദ്ധിക്കും. അപ്പം നിസ്കാരം കളയാൻ പാടില്ല. നിസ്കാരം 5 വഖത്ത് അത് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ മുഖമുദ്രയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയും വേണ്ട. ഇന്ന് കള്ള ശൈഖന്മാർ വ്യാജ തരീക്കത്തുകൾ വിറ്റഴിച്ചുകൊണ്ട് വ്യാജ ചിഹ്നമ്മമാരും ചിഹ്ന സമൂഹത്തിൽ ഉടവെടുത്തതാകുന്ന ആളുകളും ചിഹ്നപ്പമാരും ഒക്കെ ഇന്ന് കൂടി വരുന്ന കാലഘട്ടം. ആളുകളെ പിഴപ്പിക്കാൻ എൻ്റെ കൂടെ കൂടിക്കോ, ഞാൻ തരുന്ന ദിക്ർ ചൊല്ലിയാൽ മതി, എന്ത് വേണ്ട, നിസ്കരിക്കണ്ട. ഉണ്ട്, ധാരാളം ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 5 വഖത്ത് നിസ്കാരം വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കും പോകണ്ട. 5 വഖത്ത് നിസ്കാരം മസ്റ്റാണ്. അത് കളഞ്ഞിട്ട് ഒരു പർച്ചേസിങ്ങിനും പോകണ്ട, ഒരു തുണിയെടുക്കാനും പോകണ്ട, ഒരു ആഭരണം വാങ്ങാനും പോകണ്ട. അതിൽ ബറക്കത്തില്ല, അതിൽ ബറക്കത്തില്ല. മനസ്സിലായിക്കോ? കല്യാണ പെണ്ണിന് ആഭരണം വാങ്ങാൻ പോയേക്കാണ്. ലോഹറും അസറും മഗ്‌രിബും ഒക്കെ അവിടെ കിടക്കുക. ജ്വല്ലറിക്കാർ പിന്നെ എന്ത് ചെയ്യാണ്? ബലൂണ് കുട്ടികളെ കയ്യിലോട്ട് കൊടുക്കും. നല്ല ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റ് ഇടയ്ക്ക് കൊണ്ടുവന്നൊരു ചായ. ഭക്ഷണം വേണോ, വേണം ഇങ്ങോട്ട് എത്തിക്കാം, റാഹത്ത് എല്ലാം അവിടെ തന്നെ സജ്ജീകരിക്കാൻ. അപ്പോൾ കുട്ടികൾക്ക് ബലൂണൊക്കെ പറപ്പിച്ച് അവൻ ജ്വല്ലറിക്കകത്തൂടെ പാടിക്കിടക്കും, നല്ല റാഹത്ത്. വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും അവിടെ ഇരുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് അവരുടെ ബിസിനസ് തന്ത്രമാണ്. നീ നിന്റെ നിസ്കാരം കളയാൻ പാടില്ല. ഒരു സുന്നത്തായ കർമ്മത്തിൻ്റെ ഉപാധിയായിട്ട് നീ നിന്റെ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്ന ആഭരണത്തിൻ്റെ പേരിൽ നിന്റെ ലുഹറും അസറും എവിടെ പോയി? കല്യാണ പർച്ചേസിന് വേണ്ടി 4-5 വണ്ടിയിൽ കുടുംബക്കാർ നാട്ടുകാർ എല്ലാവരും കൂടെ കയറുകയാണ്. ഇങ്ങനെ ഉള്ളതെല്ലാം അതിങ്ങടുത്ത് ഇതിങ്ങടുത്ത് ഇതെടുത്ത് ഇതെടുത്ത് മൊത്തം എടുപ്പിച്ച് കട മുഴുവൻ വാങ്ങിച്ച് നിലത്തിട്ടിട്ട് അവസാനം ഒരെണ്ണമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. മഗ്‌രിബാവുമ്പോൾ വിളിക്കുമ്പോൾ ഒരെണ്ണം സെലക്ഷൻ ആയിട്ടുണ്ടാവും. ആണോ അല്ലയോ? ഇത് തന്നെ കളി. എന്നാൽ അടുത്ത കല്യാണത്തിനെങ്കിലും മാറ്റമുണ്ടോ? ഇത് തന്നെ. കാരണം ഞങ്ങൾക്ക് ലുഹറും അസറും ഒക്കെ ഒന്ന് കലായി കിട്ടണം. ഇതിങ്ങടുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് MRIയിലെങ്കിലും പോയി നല്ലൊരു കുട്ടൻ ബിരിയാണിയൊക്കെ അടിച്ച് റാഹത്തായിട്ട് വീട്ടിലോട്ട് വരും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അതായത് ഇതൊക്കെ ഒരു സുഖം, ഒരു റാഹത്ത്, ഒരു ഔട്ടിങ്. കടപ്പുറത്ത് പോയിരിക്കുകയാണ് കുറേ പേര്. മഗ്‌രിബാവുമ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാനില്ല, ജമാഅത്ത് കളഞ്ഞു കുളിക്കാൻ. പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകൾ ഇന്ന് ധാരാളമായി വരുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കുട്ടികളൊക്കെ രാത്രി കിടന്ന് കീ എന്ന് പറഞ്ഞ് കരയാൻ കാരണം എന്താ? കുട്ടികൾക്കിൻ്റെ മേൽ പൈശാചിക ബാധ വരുന്നതിൻ്റെ കാരണം മഗ്‌രിബിൻ്റെ സമയത്ത് കുട്ടികളെ പുറത്തിറക്കുന്നത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊക്കെ വെറുതെ പറയുന്നില്ല, സമയമില്ല, ഇല്ലെങ്കിൽ ഹദീസ് ഓതി പറയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യന്തശിറു ശയാതീനു, പിശാച് പാറി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഫഖ്തഫൂ സിബിയാനകും, നിങ്ങളുടെ ചെറിയ മക്കളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചു വെക്കണേ. വഹ്ബിസൂ മവാശിയകും, നിങ്ങളുടെ നാൽക്കാലികളെ അതിൻ്റെ ആലയിൽ കൊണ്ടുവന്ന് ബന്ധിക്കണേ. കുട്ടികളെ വീട്ടിനുള്ളിൽ പിടിച്ചു വെക്കണം. അതുകൊണ്ട് പഴയ കാലത്തിൽ ഉമ്മമാർ പറയും, മോനെ മരുവിന് മുമ്പ് ഇങ്ങ് വരണം. സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് പിശാച് പാറി നടക്കുക. അത് കുട്ടികളിലാണ് പെട്ടെന്ന് സ്വാധീനം ചെലുത്തുക. അതുകൊണ്ട് ആ സമയത്ത് കുട്ടികളെ മുറ്റത്ത് പോലും വെളിയിലിറക്കി കളിപ്പിക്കരുത്. ഇതെവിടെയുള്ളത്? ഞങ്ങൾ വെളിയിലിറക്കില്ല സാറേ, കടപ്പുറത്ത് കൊണ്ടുവന്ന് തിരയെണ്ണു വെള്ളത്തിൽ കളിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഹലാക്കായി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആണോ അല്ലയോ? ആണ്. ഹദീസാൻ, ഇദാ ഖറബത്തി ശംസു യന്തശിറു ശയാതീനു ഫഖ്തഫൂ സുബിയാനകും വഹ്ബിസൂ മവാശിയകും, നിങ്ങളുടെ നാൽക്കാലികൾ, പശു, ആട്, പോത്ത് ഇതൊക്കെ ഉള്ള ആളുകൾ അതിൻ്റെ ആലയിൽ കൊണ്ടുവന്ന് നേരത്തെ ബന്ധിക്കുകയും വേണം. കാരണം അതിനും ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളത് ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറ ഇതൊന്നുമില്ല. നമ്മൾ നിസ്കാരയിലൊന്നുമില്ല ഇങ്ങനെ കറങ്ങി നടക്കാൻ.
നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, മുഅ്മിനീങ്ങൾ വിജയിക്കണോ. ഖദ് അഫലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس الذين يرثون الفردوس هم فيها خالدون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചവത്രേ. ചോമ്പാലയിലുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ വിജയിക്കാൻ കാരണമെന്താണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ തയ്യാറായിട്ടുള്ള മുഅ്മിനീങ്ങളുണ്ടോ, മുഅ്മിനാത്തുകളുണ്ടോ, അവർ വിജയിച്ചവരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അടയാളങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അവസാനമായി പറയുകയാണ്, വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നവരെ, നമസ്കാരത്തെ ഗൗനിക്കുന്നവരെ, നമസ്കാരത്തെ വൃഥാവിലാക്കാതെ പോകുന്നവരെ, നമസ്കാരത്തെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്ന മുഅ്മിനീങ്ങളുണ്ടോ, ഉമ്മമാരുണ്ടോ? ഏത് തിരക്കുകൾ വന്നാലും, ഏത് കല്യാണങ്ങൾ വന്നാലും, ഏത് സദസ്സുകൾ വന്നാലും എനിക്കെന്റെ നമസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞ് 5 വഖത്ത് നമസ്കാരങ്ങൾ അതാത് സമയങ്ങളിൽ ഗൗനിക്കുന്ന മുഅ്മിനീങ്ങളെ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഉലൈക ഹുമുൽ വാരിസൂൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തര സ്വത്ത് നൽകുകയാണ്. ഏതാണ് ഈ അനന്തര സ്വത്ത്? ചോമ്പാല ഗ്രാമത്തിൽ പ്രവിശാലമാക്കപ്പെട്ട ഏക്കർ കണക്കിന് ഭൂമി അല്ലാഹു നിനക്ക് നൽകുകയാണോ? അല്ല, അല്ല. വടകര ടൗണിൽ നിനക്ക് 2-3 കടമുറികൾ അല്ലാഹു നിനക്ക് അനന്തര സ്വത്ത് നൽകുകയാണോ? ഒരിക്കലുമല്ല. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നിനക്കൊരു ഏക്കർ ഭൂമി അല്ലാഹു പതിച്ചു നൽകുകയാണോ? ഒരിക്കലുമല്ല. അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അല്ലദീന യരിസൂനൽ ഫിർദൗസ്. ഈ ദുനിയാവിൽ സർവരും കൊതിക്കുന്നതായ അതിശ്രേഷ്ഠമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു നിനക്ക് നൽകുകയാണ്. മഹനീയമായ സ്വർഗം അല്ലാഹു നിനക്ക് നൽകി ആദരിക്കുകയാണ്. നിന്റെ നാട്ടുകാരുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, നിന്റെ സമൂഹമുണ്ട്, നിന്നെ കളിയാക്കിയവരുണ്ട്, നിന്നെ ചീത്ത വിളിച്ചവരുണ്ട്, നിന്റെ അയൽവാസികളുണ്ട്,
നിന്റെ ബന്ധുമിത്രാദികളുണ്ട്, നിന്നോടൊപ്പം സഹവസിച്ച് പഠിച്ചതാകുന്ന നിന്റെ കൂട്ടുകാരികളുണ്ട്, അവിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, ഈ കാലഘട്ടത്തിലെ ജനങ്ങളുണ്ട്, വരാനിരിക്കുന്ന ജനകോടികളുണ്ട്, കഴിഞ്ഞു പോയതാകുന്ന ജനസഹസ്രങ്ങളുണ്ട്. എല്ലാവരും നോക്കി നിൽക്കേ അല്ലാഹു നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകുകയാണ്. കേവലം 2 കൊല്ലം താമസിച്ചിട്ട് ഇറങ്ങാൻ അല്ലാഹു പറയുന്നില്ല. 5 കൊല്ലത്തേക്കുള്ളതാകുന്ന ഒത്തിക്ക് നീ കയറിയതല്ല. ഹും ഫീഹാ ഖാലിദൂൻ. നിനക്ക് ആ സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ ഒരാളുമില്ല. നീ ആ സ്വർഗത്തിൽ ശാശ്വതത്വമുള്ളവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. ബാങ്ക് വിളിച്ച അപ്പം നിസ്കരിക്കണം. എന്തിനാ ഇപ്പം ഈ പള്ളിയൊക്കെ അള്ളാഹു തന്നിരിക്കുന്നത്? 5 വഖത്ത് ജമാഅത്ത് ശ്രദ്ധിക്കാനാണ്. എന്നിട്ട് എത്ര പേര് മോഹ്സിൻ ഉസ്താദിനോടൊപ്പം നിസ്കരിക്കാനുണ്ട്? ചിന്തിക്ക്. എത്ര പേര് ജമാഅത്തുകൾക്കുണ്ട്? ഇന്നിപ്പോ കോവിഡ് വന്നതിന് ശേഷം ഇങ്ങോട്ട് ജുമഅ പോലും കളഞ്ഞു കുടിക്കുന്ന ചെറുപ്പക്കാർ അധികരിച്ചിരിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഅൻ ബിഗൈരി ഉദ്രിൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി. ആവശ്യമില്ലാതെ കാരണമില്ലാതെ 3 ജുമഅകൾ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുഫ്രിയത്തിന്റെ സീൽ വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ പണിക്ക് പോയതാ, അതുപോയതാ, ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ അവിടെ പോയതാ ഉസ്താദ്, ഇവിടെ പോയതാ, വൈകിപ്പോയി. 3 ജുമഅ ആവശ്യമില്ലാതെയാണ് നീ ഒഴിവാക്കിയതെങ്കിൽ നിന്നെ കാഫിറായിട്ട് സീല് വെക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സ്വഹാബത്തിന്റെ കാലത്ത് ജമാഅത്തിന് വരാതെ പിന്തുന്ന ആളുകളെ അവർ മനസ്സിലാക്കുക ആരാണെന്നാണ്? മുനാഫിക്ക്, ഏറ്റവും വലിയ കപടവിശ്വാസി അവനാണെന്നാണ്. നിസ്കാരം ഇല്ലാത്തവനെ അല്ല, ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്തവനെ മുനാഫിക്കായിട്ട് എണ്ണിയിരുന്നു സ്വഹാബത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ പേരെന്ത് വരേണ്ടി വരും? മുനാഫിക്ക് എന്ന് വിളിക്കേണ്ടി വരും. അള്ളാഹു ആക്കട്ടെ. കാരണം പള്ളിയിലില്ല, ഞാൻ കരിച്ചായിരുന്നു, അത് കാര്യമില്ല. പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചു, അവ്വല് വക്കത്തിൽ നിസ്കരിക്കണം. ളുഹർ നിസ്കാരം അസ്റിലേക്ക് വെച്ച് ചേർത്ത് നിസ്കരിക്കരുത്. യാത്രക്കാർക്ക് ഇളവുണ്ട്. അല്ലാതെ വീട്ടിലിരിക്കുന്നു, ആവശ്യമില്ലാതെ ഫനായും ബസാദും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ളുഹറും അസ്റും അല്ലെങ്കിൽ മഗ്രിബ് ഇശാവും ഒക്കെ ചേർത്ത് വെച്ച് അടിക്കുക. അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല, നിസ്കാരമൊക്കെ പറയാൻ ഒരുപാടുണ്ട്, ഡസൻ കണക്കിന് ആയത്ത് ഹദീസുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, ഒക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കിൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൻ്റെതാകുന്ന താക്കോലാണ് നിസ്കാരം. ആ നിസ്കാരം ഇല്ലെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റൂല. ഒരു വീട് ഉദ്ഘാടിക്കണമെങ്കിൽ ആ വീടിൻ്റെ താൽക്കോല് വേണം. അകത്തോട്ട് കടക്കണമെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. എങ്കിലേ സ്വർഗത്തിനുള്ളിലേക്ക് കടക്കാൻ പറ്റൂ. മിഫ്താഹുൽ ജന്നത്തി അസ്സലാ, സ്വർഗത്തിൻ്റെ താക്കോലാണ് നിസ്കാരം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ താക്കോല് നമ്മൾ കളഞ്ഞു, അത് കറക്റ്റല്ല. ഫർളും സുന്നത്തും ഒന്നുമില്ല. എടോ, ഈ ഫർളും സുന്നത്തുകളും ഒക്കെ എടുക്കുമ്പോഴാണ് യഥാർത്ഥ വലിയായി മാറാൻ പറ്റുക. കഴിഞ്ഞ മാസം റബീഉൽ ആഖിറിലും ഈ ജമാഅത്തുൽ ഊലയിലും ഒക്കെ നമ്മൾ സ്മരിക്കുന്നത് മഹാനായ ഗൗസുൽ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവനെയും ഈ മാസം നമ്മൾ സ്മരിക്കുന്നത് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാത്തുക്കളാകുന്ന മഹാരഥന്മാരെയുമാണ്. എത്രയോ ഔലിയാക്കൾ മരണപ്പെട്ടു പോയതാകുന്ന മാസങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നാണ് അവരെ സിയാറത്ത് ചെയ്തിട്ട് ഈ വിനീതനെത്തിയത്. ഇറാഖിലാണ് ഇവർ 2 പേരുടെയും മക്കാമുള്ളത്. അള്ളാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അവരൊക്കെ ജീവിച്ചത്, അവരൊക്കെ ദീൻ പഠിപ്പിച്ചത്, അവരൊക്കെ ചെയ്ത അമലിനോളം നമ്മുടെ ജീവിതത്തിൽ കടുകുമണിയോളം അമലുണ്ടോ സഹോദരങ്ങളെ? ചിന്തിക്കാൻ. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമ്മൾ ഫർള് പോലും കറക്റ്റല്ല. അവർ ഫർളും കറക്റ്റാക്കി, സുന്നത്തുകളും കറക്റ്റാക്കി, ഇബാദത്തുകളും ശ്രദ്ധിച്ചു. അതുകൊണ്ട് അവരെ കാണാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള മഹത്തുക്കൾ, മോമിനീങ്ങൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇറാഖിൻ്റെ മണ്ണിലേക്ക്, ബഗ്ദാദിൻ്റെ മണ്ണിലേക്ക്, അബീദ എന്ന് പറയുന്നതാകുന്ന ഗ്രാമത്തിലേക്ക് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കാണാൻ, ബഗ്ദാദിൻ്റെ മണ്ണിലേക്ക് ഗൗസുൽ ആലം തങ്ങളെ കാണാനൊക്കെ ആളുകൾ ഇപ്പോഴും ഒഴുകുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. എന്താ കാരണം?
അവർ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച മഹത്തുക്കളായിരുന്നു. റബ്ബിനെ പേടിച്ച് ജീവിച്ചു. നമ്മൾ ഇവിടുന്ന് വേറെ ടീമിനെ കാണാൻ പോവാൻ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മലപ്പുറം ജില്ലയിൽ ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന ദേശത്തൊരു കട ഉദ്ഘാടനത്തിന് തൊപ്പി എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാൻ ഒരുമിച്ച് കൂടിയത് 10,000-കണക്കിന് ചെറിയ മക്കളാണ്. അവനെ അങ്ങോട്ട് പോയി മുസാഫത്ത്. ആരെ? മൊഹിദ്ദീൻ ശേഖനെ അല്ല, തൊപ്പിയിട്ട വേറെ ആരോളം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ പോവുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ ഈ തൊപ്പി എന്ന് പറയുന്നത് ചെയ്യുന്നത്? എല്ലാ ദിവസവും വൈകിട്ട് ലൈവ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഫനായും വസാദും പറയുക, അശ്ലീലം പറയുക. അവൻ്റെ പുറകെയാണ് നമ്മുടെ മക്കൾ. മനസ്സിലാക്കണം, നമ്മളെവിടെ അവരെവിടെ, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളും തൊപ്പിയിട്ട് ഒരാളുടെ പുറകെ പോയി, പക്ഷെ അത് യഥാർത്ഥ തൊപ്പി ആയിരുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കൂടുതൽ പറയുന്നില്ല, സദസ്സ് മോശമാവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരാ അവൻ്റെ പുറകെ പോയത്? ഒക്കെ 5 വയസ്സ് മുതൽ 25 വയസ്സുള്ളതാകുന്ന ആ ഒരു പ്രായത്തിലുള്ള ചെറുപ്പക്കാരും സഹോദരിമാരും പെണ്ണുങ്ങളും. നഊദുബില്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എനിക്ക് തൊപ്പിയെ കെട്ടിയാൽ മതി എന്നും പറഞ്ഞാൽ പെണ്ണുങ്ങളടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എല്ലാവരും ചിരിക്കുക. കാരണം എന്താ? എല്ലാവർക്കും അറിയാം തൊപ്പിയുടെ ഫാൻസാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പം അതാണ് കാലഘട്ടം. നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും എടുത്തു നോക്കിൻ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയല്ലേ. 11 നിർത്തണ്ടേ? 10 മിനിറ്റ് കൂടെ പറഞ്ഞുകൂടെ? ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പോയാൽ അത് പറഞ്ഞ് നിർത്താമെന്ന് കരുതിയിരിക്കുക. ആരും പോകുന്നുമില്ല. ആരെങ്കിലും ഒരാൾ പോയാൽ നമുക്ക് അപ്പം നിർത്താം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതായത് ഇതിൻ്റെ എൻഡിങ് അവസാനിലേക്ക് ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പം അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കൻ, നമ്മുടെ ഇബാദത്തുകൾ ശ്രദ്ധിക്കൻ. കള്ളു കുടിക്കുന്ന ആളുകൾ ഇന്ന് കൂടി വരിക, ലഹരി നുണയുന്നവർ വളരെ ശ്രദ്ധിച്ചോ. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, പുതിയ തലമുറകൾ. വാപ്പ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മക്കളിൽ അത് സ്വാഭാവികമായി ഉണ്ടാവും, കടന്നു വരും. അവൻ ചിലപ്പോൾ കള്ള് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് മാരകമാകുന്ന MDMAയും LSDയും അടക്കമുള്ളതാകുന്ന ലഹരി പദാർത്ഥങ്ങൾക്കായിരിക്കും പുതിയ തലമുറ അടിമപ്പെട്ടു പോവുക. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വാപ്പ തന്നെ പിഴച്ചുപോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതിനടിമപ്പെട്ട യുഗമാണ്. നമ്മൾ ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുമൊക്കെ മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ ആ മക്കൾ ഇത്തരത്തിലുള്ള ചെയ്തികളായി ഇന്ന് മാറിയിരിക്കും. അവരൊക്കെ ഇന്ന് ലഹരിക്കടിമപ്പെട്ടവരായി മാറി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ കണ്ടില്ലേ, പല ഭാഗങ്ങളിലും നമ്മുടെ ജില്ലകളിൽ തന്നെ സ്ത്രീകളെ നമ്മൾ ദർശിച്ചില്ലേ, പല രീതിയിലും വന്നവർ. വിവാഹം കഴിക്കാൻ പ്രായമെത്തിയതാകുന്ന പെൺകുട്ടികൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുമായി സ്വവർഗരതി അനുരാഗത്തിൽ ഏർപ്പെട്ട് എനിക്കെൻ്റെ കൂട്ടുകാരിയെ തന്നെ വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന യുഗത്തിലേക്ക് നമ്മുടെ തലമുറ മാറി. പെൺമക്കൾ മാറി, ലെസ്ബിയനുകളായി മാറി. സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം. ലൈംഗിക വേഴ്ച നടത്തുന്നു മാത്രമല്ല, ഇനി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ, എനിക്ക് വേറൊരു പുരുഷനെ വേണ്ട, വാപ്പായും ഉമ്മായും പറയുന്ന ഒരു പുരുഷനെ ഇനി വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ദീൻ പഠിക്കാൻ വരെ വിട്ടതാകുന്ന മക്കൾ മാറി ചിന്തിക്കുന്ന കാലഘട്ടമാണ് ചിന്തിക്കേണ്ടത്. പുരുഷന്മാരുമായി ലൈംഗിക വേഴ്ച നടത്തിയിട്ട് സ്വയംഭൂ അണിഞ്ഞ് ഗേകളായി മാറുന്ന കാലഘട്ടം ഇന്നത്തെ തലമുറ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ മുസീബത്ത് നിറഞ്ഞ കാലഘട്ടമാണ്. അതുകൊണ്ട് നല്ലതുപോലെ ദുആ ചെയ്യണം. പുതിയ തലമുറകളെ സാലിഹീങ്ങളാക്കാനും ഉള്ള മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കാനും സദാസമയവും മാതാപിതാക്കൾ നമ്മൾ ദുആ ചെയ്യണം. ഇല്ലെങ്കിൽ വല്ലാത്ത കാലഘട്ടത്തിലാണ്, വളരെ മോശം നിറഞ്ഞ കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം തന്നെ അറിയാം, ശിശുദിനം ആചരിച്ച ദിവസമാണ് ഇന്ന്, നവംബർ 14. ഇന്ത്യ രാജ്യത്തുള്ളതാകുന്ന മുഴുവൻ ആളുകളും അത് വളരെ കെങ്കേമമായി ആഘോഷിച്ചതാകുന്ന ദിനമാണ്. ഈ ദിനത്തിൽ തന്നെ പോക്സോ കേസിൽ പ്രതിയാകുന്ന അഷ്ഫാഖ് എന്ന് പറയുന്നതാകുന്ന ഒരു സഹോദരനെ വധശിക്ഷയ്ക്ക് വിധിച്ചതാകുന്ന ദിവസവും കൂടിയാണ്. ആലുവയിൽ നാം എല്ലാവരും നെട്ടിയ, ലോകം മുഴുവനും ഒന്നാകെ നെട്ടിയതാകുന്ന ഒരു ചെറിയ പൊന്നുമോളെ, ആ പൊന്നുമോളെ വളരെ കിരാതമായി മൃഗീയമായി ബലാത്സംഗം ചെയ്തു കൊന്നുകളഞ്ഞു. അവനെ വധശിക്ഷയ്ക്ക് വേണ്ടി കോടതി വിധിച്ചു. കോടതിയുടെ ആ വിധി ശ്ലാഘനീയമാണ്, സ്തുത്യർഹമാണ്, എടുത്ത് പ്രത്യേകമായി പറയേണ്ടതാണ്.
കാരണം സാധാരണ ചെയ്യുക ജീവപര്യന്തം കൊടുക്കും, 12 വർഷം നല്ല റാഹത്തായി പോയി, നല്ല മട്ടനും ചിക്കനും ഒക്കെ അടിച്ച് നല്ല സുഖമായിട്ട് കഴിഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൻ്റെ അഡ്രസ്സില്ല, ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെയും അവൻ ഇത്തരത്തിൽ തന്നെ ചെയ്യാൻ നല്ലൊരു വിധിയാണത്, സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിധി വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മുഴുവനും കോടതിയെ പരിപൂർണമായി പുകഴ്ത്തിക്കൊണ്ടുള്ളതാകുന്ന വചനങ്ങളാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേരളീയ മനസ്സുകൾ, സുമനസ്സുകൾ ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം കൊടുത്തിട്ടും കാര്യമില്ല, 24 വർഷം കൊടുത്തിട്ടും അത് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ഇറങ്ങാൻ. എത്രയോ ആളുകൾ അങ്ങനെ ഇറങ്ങിയവരുണ്ട്, എത്ര ആളുകൾ വീണ്ടും ക്രിമിനൽ മൈൻഡായിട്ട് ഈ സമൂഹത്തിൽ നിലകൊള്ളുന്നവരുണ്ട്. 4-5 വയസ്സുള്ളതാകുന്ന ചെറിയ പെൺകുട്ടിയെ പോലും മൃഗീയമായ നിലയിൽ പീഡിപ്പിക്കുന്നതാകുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് മനസ്സിലാക്കണം. പോക്സോ കേസ് വിധി വന്നിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന ചെയ്തികൾ ചെയ്യുന്നവരെ കേസിൽ അകപ്പെടുത്തണമെന്നുള്ള വിധി വന്നിട്ട് 30 വർഷങ്ങൾ കഴിയാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു വധശിക്ഷയുടെ വിധി വന്നതും എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ട വസ്തുത കൂടിയാണ്. അതും ഒരു ശിശുദിനത്തിൽ തന്നെ ആ വിധി വന്നതും ഒന്നുകൂടി സ്വാഗതാർഹമാണ്. ഇത്തരത്തിൽ തന്നെ മറ്റുള്ള കെട്ടിക്കിടക്കുന്ന കേസുകളൊക്കെ ഈ രീതിയിൽ തന്നെ നല്ല വിധി നടപ്പാക്കി തീർപ്പ് കൽപ്പിക്കട്ടെ എന്നും ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ. ഞാനിത് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാലഘട്ടം. ലൈംഗിക ഇരകളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. നമ്മുടെ മൊബൈൽ ഫോണുകൾ ശ്രദ്ധിക്കാൻ, കുട്ടികളുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ. ഭക്ഷണം കഴിക്കാൻ ഇന്ന് ഉമ്മമാർ മൊബൈലില്ലാതെ പറ്റൂല, അങ്ങനെ തന്നെ ആക്കിക്കളഞ്ഞിരിക്കാൻ. ഈ ഇരിക്കുന്ന 30-40 വയസ്സും അതിന് മുകളിലോട്ടുള്ളവരൊക്കെ ഈ മൊബൈൽ ഫോൺ നോക്കിയിട്ടാണോ ഭക്ഷണം കഴിച്ചത്? അല്ല, നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കിൻ, ഇസ്ലാമികപരമായ ചരിത്രങ്ങൾ പറയിൻ. കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരട്ടെ. പഴയ കാലഘട്ടത്തിൽ ഉമ്മമാർ, ഇനി അതും കേൾക്കാൻ മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണെങ്കിൽ വീട്ടിലുള്ള പൂച്ചയെ മറ്റ് വളർത്തു ജീവികളെ കാണിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നെറ്റിയിൽ മേൽ ഒരു മൊബൈൽ ഫിറ്റ് ചെയ്തിട്ട് അതിൽ കാർട്ടൂണുകൾ കാണിച്ച് കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ട് കഴിയുന്നതാകുന്ന ഒരു തലമുറയായി നമ്മുടെ ഭാര്യമാരും മക്കളുമൊക്കെ മാറിയിരിക്കുന്നു. അത് വലിയ വിപത്താണ് ഉണ്ടാകുന്നത്. കാരണം നിൻ്റെ മൊബൈൽ ഫോണിൽ നീ ഏതെല്ലാം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹു അഅലം. 18+ മുകളിലോട്ട് കാണാൻ പറ്റുന്ന പല കണ്ടൻറ്റുമുണ്ട്, അതൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കാൻ. നീ അല്പനേരത്തേക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ കുട്ടികൾ അതാണ് കാണുന്നത്. അതിൽ അശ്ലീല ചുവയുള്ളതാകുന്ന വീഡിയോകൾ, ക്ലിപ്പുകൾ കണ്ടാൽ പിന്നെ കുട്ടികളുടെ ഹൃദയം അതിലേക്ക് മന്ത്രിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് താല്പര്യം പിന്നെ അതിനോടായി മാറി. ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം, നമ്മൾ മാറണം. അള്ളാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, ആബിദീങ്ങൾ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളും ആബിദീങ്ങളുമായി കബൂലാക്കണേ അല്ലാ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂറന്ന കാഹളത്തിലൂടെ രണ്ടാമത്തെ ഊത്തങ്ങോട് വരുകയാണ്. വയൗമ യൂഫഖു ഫിസ്സൂർ. ഒന്നാമത്തെ ഊത്തിലൂടെ ജോഗ ജനത മുഴുവനും പേടിച്ചുകൊണ്ട് 40 കൊല്ലത്തോളം പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഊത്തൂതാൻ പറയുകയാണ്. വയൗമ യൂഫഖു ഫിസ്സൂർ ഫസയഖ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ടതായ ഊത്താണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് നടത്തുന്നത്. രണ്ടാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ എല്ലാ സൃഷ്ടിജാലങ്ങളും ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വജീവജാലങ്ങളും മരിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തിൻ്റെ പേരാണ് നഫ്ഖത്തുസ് സഅഖ്. എല്ലാവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാവരും മരിച്ചു വീഴാണ്. കാരണം ഇവിടെ ഇനി കൗമിനെ ജീവിപ്പിച്ചിട്ട് കാര്യമില്ല. എല്ലാം മോശപ്പെട്ട ജീവിതം. പച്ച കുത്തിക്കൊണ്ട് നടക്കുന്ന കൗമ്, ശരീരമാസകലം പച്ച കുത്തി നടക്കാൻ അള്ളാഹിൻ്റെ റസൂൽ ശപിച്ച വിഭാഗമാണിത്.
ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽവാശിമാതി വൽ മുസ്തൗശിമാത്. ശരീരം പച്ച കുത്തുന്നവരെയും പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വന്നാമിസാതി വൽ മുതനമ്മിസാത്. പിരികം പ്ലക്ക് ചെയ്യുന്നവരെ, പിരികം ത്രെഡ് ചെയ്യുന്ന സഹോദരിമാരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച ആളുകളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചതായ വിഭാഗമാ വന്നാമിസാതി വൽ മുതനമ്മിസാത്. എത്രയെത്ര സഹോദരിമാരാണ് സമ്പത്ത് അതിനു വേണ്ടി ചെലവഴിക്കുന്ന സഹോദരിമാരില്ലയോ, പിരികം പ്ലക്ക് ചെയ്യുന്ന മുസ്ലിം അംഗമാരില്ലയോ, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഈ ഖൗമെല്ലാം ഇതാ സൂറന്ന കാഹളത്തിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടി സർവരും മരിച്ചു വീഴുകയാണ്. തീർന്ന് എല്ലാവരും മരിക്കാൻ. ഇപ്പം 2 ഊത്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ഊത്ത് എന്തായിരുന്നു? പേടിപ്പിക്കാനുള്ള ഊത്ത്. രണ്ടാമത്തത് മരിപ്പിക്കാനുള്ള ഊത്ത്. ഇനി മൂന്നാമത്തെ ഊത്ത്. ഇത് അതിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെയുള്ള കഴിഞ്ഞു. മൂന്നാമത്തെ ഊത്ത് എന്തിനാത്? നഫ്ഹത്തുൽ ബഅസ്, പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ്. മൂന്നാമത്തെ ഒരു ഊത്തുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് നടത്താൻ വേണ്ടി പറയുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ ഊതുകയാണ്. ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ. ആ ഊത്തിലൂടെയാണ് ജനങ്ങൾ പോകുന്നത്. അവരതാ മഹ്ശറയിലേക്ക് പോകുകയാണ്. ഏതാണ് മഹ്ശറ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായതായ ഫലസ്തീനില്ലയോ, ഇസ്രായേലിനെ നരനായാട്ട് നടത്തുന്ന ഇസ്രായേലി സൈനികർ കൊന്നൊടുക്കിയതായ പാവപ്പെട്ട ഗസയുടെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണതായ ചെറുപ്പക്കാരില്ലേ, വൃദ്ധകളില്ലേ, പാവപ്പെട്ടതാകുന്ന മക്കളില്ലേ, ആ നാട് നാളെ അല്ലാഹു മഹ്ശറയാക്കി മാറ്റുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്ര വലിയ നരനായാട്ടാണ് ലോകം കണ്ട ഫാസിസത്തിന്റെ വക്താക്കളായ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികളായി, ഏറ്റവും വലിയ തീവ്രവാദികളായി ബുദ്ധിയുള്ള സർവ്വജീവികളും വ്യക്തമായി അടയാളപ്പെടുത്തിയവരല്ലേ ഇസ്രായേലി സൈന്യമെന്നുള്ളത്? വ്യക്തമല്ലേ? വ്യക്തമല്ലേ? കാരണം അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം നടത്തിയ വ്യക്തിയാണ്. ആവശ്യഘട്ടങ്ങളിൽ യുദ്ധം നടത്തിയതായ വ്യക്തിയാണ്. അതിനുവേണ്ടി പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ്. ആവശ്യമുള്ളതാകുന്ന ഘട്ടമായിരുന്നു അത്. തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയാസം വന്നതായ ഘട്ടം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കളെ അങ്ങോട്ട് വന്ന് ഉപദ്രവിച്ച ഘട്ടം. പ്രതിരോധത്തിന്റെ മറ തീർത്തതാകുന്ന പ്രവാചകർ അപ്പോഴും സ്വഹാബത്തിനോട് പറയുകയാണ്, ലാ തഖ്തുലൂ വലീദൻ തിഫ്ലാ. സ്വഹാബത്തെ, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോ ചെറിയ കുട്ടികളെ ഒന്നും ചെയ്യരുതേ, ചെറിയ കുട്ടികളെ അടിക്കരുതേ, അവരെ തൊഴിക്കരുതേ, അവരെ വെട്ടരുതേ, മുറിവേൽപ്പിക്കരുതേ. ലാ തഖ്തുലൂ വലീദൻ തിഫ്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. വലംറഅത, ഒരു പെണ്ണിനെയും ഉപദ്രവിക്കരുതേ, അത് ചെറുതാവട്ടെ വലുതാകട്ടെ, ഒരു പെണ്ണിനെയും നിങ്ങൾ യുദ്ധത്തിൽ ഉപദ്രവിക്കരുതേ. വലാ ശൈഖൻ കബീറ, പ്രായം ചെന്നതാകുന്ന പുരുഷന്മാരെയും ഒന്നും ചെയ്യരുതേ. ഇസ്രായേലി സൈന്യം നടത്തുന്നത് എന്താണ്? ലോകം മുഴുവനും ഐക്യരാഷ്ട്ര സഭയും ലോകത്തുള്ളതാകുന്ന സർവ്വരാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒന്നടങ്കം ചെയ്യരുതേ, ഈ കിരാതമാകുന്ന നടപടി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോലും അവിടെയുള്ള ചെറിയ കുട്ടികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് കഴുത്ത് നെരിച്ചു കൊന്നുകളയല്ലയോ, അവർക്കെതിരെ വെടിയുതിർക്കുകയല്ലയോ, വൈറ്റ് ഫോസ്ഫറസ് അടക്കമുള്ളതാകുന്ന മാരകമാകുന്ന വിഷാംശങ്ങൾ നിറച്ചിട്ടുള്ളതാകുന്ന ആണവായുധങ്ങൾ അവരുടെ മേൽ ചൊരിയുകയല്ലയോ. തലമുറകൾ നശിക്കുകയാണ്,
വീടുകൾ ഇല്ലാതാവുകയാണ്. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കടയിൽ കിടക്കുന്ന പാവപ്പെട്ട മക്കളെ എടുത്ത് നെഞ്ചോടെടുത്തുകൊണ്ട് പ്രിയം ചെന്ന വാപ്പ ഉമ്മമാര് പൊട്ടിക്കരയുകയാണ്, വാവിട്ട് നിലവിളിക്കുകയാണ്. എന്തൊരു രംഗമാണ്! സുബ്ഹാനല്ലാഹ്. മയ്യത്ത് കുളിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് രക്തം തളം കെട്ടി കിടക്കുന്ന അവസ്ഥ. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്നതായ ബോഡിയാണ്. നേരെ ചൊവ്വയൊന്നും കുളിപ്പിക്കാൻ പറ്റുന്നില്ല. ആ സമയത്തും അവരിൽ ഈമാനുണ്ട്. കണ്ടില്ലേ എത്രയോ വീഡിയോ ചിത്രങ്ങൾ. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന സഹോദരിയുടെ തലയിൽ തുണിയിട്ട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈമാനല്ലയോ നമ്മൾ കേരളത്തിൽ മുസ്ലിം സഹോദരിമാർക്ക് തലയിൽ തട്ടം ഇടേണ്ടതില്ല എന്ന് വാദിക്കുന്നവരുള്ള കാലഘട്ടമാണ്. അത്തരത്തിലുള്ള ഫെമിനിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ആവശ്യമില്ലാത്ത ദീനിനെതിരെയുള്ള വർത്തമാനങ്ങൾ, വിവരമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന കാലഘട്ടമാണ്. എന്നാൽ ഖുർആൻ തലയിൽ തട്ടമിടണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചതാണ്. യാ അയ്യുഹൻ നബിയോ ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. നബിയേ തങ്ങൾ ഈ സമൂഹത്തോട് പറയണേ, ലോകത്തുള്ള മുസ്ലിം അംഗമാരോട് പറയണേ, അതിനു മുമ്പ് തന്നെ തങ്ങളുടെ ഭാര്യമാരോട്, തങ്ങളുടെ പെൺമക്കളോട്, ലോകത്തുള്ള സർവ്വ മുസ്ലിം അംഗമാരോടും തങ്ങളൊരറിയിപ്പ് കൊടുക്കണേ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. സ്ത്രീകൾ അവരുടെ തലയിലിട്ടിരിക്കുന്ന തട്ടം മുഖപടലമൊന്ന് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അന്യപുരുഷന്മാരിൽ നിന്ന് പരിപൂർണമായി മറപാലിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ذلك أدنى أن يعرفنا فلا يؤذين. എന്തിനാണ് തലയിൽ തട്ടമിടാൻ പറഞ്ഞത്? എന്തിനാണ് മറച്ച് നടക്കാൻ പറഞ്ഞത്? എന്തിനാണ് ഒരു പെണ്ണ് പരപുരുഷന്മാരിൽ നിന്ന് മറ പാലിക്കാൻ വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്? പെങ്ങളെ, അള്ളാഹ്ക്ക് പുണ്യം കിട്ടാനല്ല, റസൂലുള്ളാഹിക്ക് ഒരു പുണ്യവുമില്ല, ലോകത്തുള്ള ഒരു അമ്പിയാക്കൾക്കും അതിലൂടെ ഒരു പുണ്യവുമില്ല, മറിച്ച് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങൾ അള്ളാഹു ഉയർത്തിപ്പിടിക്കുകയാണ്. ഒന്ന്, പതിവ്രതയുള്ളതാകുന്ന സ്ത്രീകളുടെ ലക്ഷണമാണ് തലമറച്ച് നടക്കൽ, ഔറത്ത് മറച്ച് നടക്കൽ, തലമരിപൂർണമായി മറച്ച് നടക്കൽ. അത് പരിപൂർണമായി മറച്ച് നടന്നാൽ പതിവ്രതയുള്ള പെണ്ണാണെന്ന് ലോകമറിയുമേ. രണ്ട്, അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, അവളെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ്. ലോകത്ത് ഒരാളും അവളെ ശല്യം ചെയ്യുകയില്ലത്രേ, പരിപൂർണമായ ഔറത്ത് മറച്ച് നടന്നാലെങ്കിലെന്ന് വിശുദ്ധമായ ഖുർആൻ. അതല്ലേ കമലാസുരയ്യ പോലും ഒരു കാലഘട്ടത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലുണ്ടായിരുന്നതായ വലിയ കവയിത്രിയും രചയിതാവുമായിരുന്നവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ചാലാ മാർക്കറ്റ് എന്ന തിരുവനന്തപുരത്തെ മാർക്കറ്റിലൂടെ പരിപൂർണമായി തലമറച്ചുകൊണ്ട്, ശരീരം മറച്ചുകൊണ്ട്, ഹിജാബ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ എനിക്ക് പരിപൂർണമായ സുരക്ഷിതത്വം ഉറപ്പാണ്. ആരാണ് പറഞ്ഞത്? ഒരു കാലഘട്ടത്തിൽ അവിശ്വാസികളായി നിലകൊള്ളുകയും ധാരാളം എഴുത്തുകൾ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത് അവസാനം ഷഹാദത്ത് കലിമ ചൊല്ലി വിശുദ്ധ ഇസ്ലാമിൻ്റെതായ തൂവള്ള പതാക കയ്യിലേന്തിയതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ ശാന്തര തീരത്തേക്ക് കടന്നു വന്ന് മുസ്ലിമത്തായി ജീവിച്ച് മോമിനത്തായി മരണപ്പെട്ടു പോയതാകുന്ന കമലാസുരയ്യ ലോകത്തോട് വിളിച്ചു പറയുകയാ, എനിക്ക് ഇത്തരത്തിലുള്ളതാകുന്ന സൗകര്യം കിട്ടിയത് ഈ പർദ അണിഞ്ഞപ്പോഴാണ്. ഇവിടെ ചിലര് ചാനലിരുന്നിട്ട് പറയാണ്, സ്ത്രീകൾക്ക് തലമറയ്ക്കാൻ ഖുർആനിൽ ഇവിടെ ആയത്തില്ല. അങ്ങനെ ഒരു ആയത്ത് കണ്ടിട്ടില്ല എന്ന് പറയാം. ഇനി നിങ്ങൾ കുൽഹുവല്ലാഹ് കണ്ടേക്കുന്നോ? കുൽഹുവല്ലാഹ് കണ്ടവരെങ്കിലല്ലേ ബാക്കിയുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് പോലും കാണാത്തവരാണ് ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പറച്ചിലേട്ടവർക്കും ഖുർആൻ മുഴുവൻ കലക്കി കുടിച്ച് ലേഹ്യമായിട്ട് അടിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് അറിവുള്ളവർ പറയട്ടെ, വിവരമില്ലാത്തവർ മിണ്ടാതിരിക്കട്ടെ. ദീൻ പഠിച്ചവർ പറയും, അല്ലാത്തവർ മറ്റുള്ളതെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് മിണ്ടാതിരിക്കൽ. ദീനിലേക്ക് കയറി പറയാതെ.
അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കൾ തലമറയ്ക്കുന്നതിൽ പിറകോട്ടാണ്. മറയ്ക്കണോ വേണ്ടോ എന്നുള്ള ചർച്ചയിലാണ്. പലസ്തീനിൻ്റെ മക്കൾ തൻ്റെ പ്രിയപ്പെട്ട മാതാവ് അപകടത്തിൽപ്പെട്ടുകൊണ്ട് കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയതാകുന്ന പ്രിയപ്പെട്ട സഹോദരിയെ പുറത്തെടുത്ത് കൊണ്ടുപോകുമ്പോൾ തലമറച്ചു കൊണ്ടുപോകുകയാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോഴേ കയ്യിലുള്ള ഒരു തുണി തലയിലിട്ട് കൊടുക്കാൻ വീഡിയോ പ്രചരിക്കുകയാണ് ഇന്ന് സമൂഹത്തിൽ. അതാണ് അവരുടെ ഈമാൻ, അവരുടെ ഈമാൻ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളൊരു സാദാ സീത മണ്ണായിട്ട് പലസ്തീനിനെ കാണരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ അറാദ അയ്യൻളുറ ഇലാ ബുഖഅത്തിൻ മിൻ ബിഖാഇൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു സ്ഥലം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് കാണണമെന്ന് ആശയുണ്ടോ, ഫല്ലൻളുറ ഇലാ ബൈത്തുൽ മഖ്ദസി, പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയിലേക്ക് നോക്കണേ, നോക്കണേ. ജെറുസലേമിലുള്ള മുസ്ലിമീങ്ങളുടെ ഒന്നാം ഖിബലയായ മൂന്നാം ഹറമായി പവിത്രമാക്കിയതായ മസ്ജിദുൽ അഖ്സയിലേക്കൊന്ന് നോക്കണേ. സ്വർഗീയ സ്ഥലമാണതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സ്വർഗം കണ്ടെടുത്തവർ സ്വർഗം കാണണമെങ്കിൽ ഏത് നോക്കണം? ബൈത്തുൽ മുഖദ്ദസ് നോക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കണ്ടവരുണ്ടോ? ബൈത്തുൽ മുഖദ്ദസ് കണ്ടവരെന്ന് കൈ ഉയർത്തിക്ക്.